ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാൻ വൈകുമെന്ന വാർത്തകൾ നമ്മുടെ വീടുകളിൽ ആശങ്ക പടർത്തി കഴിഞ്ഞു. സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യസമയത്ത് എത്തുമോ എന്ന പേടി പല വീട്ടമ്മമാരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. പണ്ടൊക്കെ ബുക്ക് ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ എത്തിയിരുന്ന ഗ്യാസ് ഇനിയിപ്പോൾ ആഴ്ചകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന വിവരം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെയും ഭക്ഷണക്രമത്തെയൊക്കെ ഒരുപോലെ ബാധിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ കൈവശമുള്ള ഗ്യാസ് പരമാവധി ലാഭിച്ച് ഉപയോഗിക്കുക എന്നത് മാത്രമാണ് സാധാരണക്കാർക്ക് മുന്നിലുള്ള ഏക പോവഴി. അപ്രതീക്ഷിതമായി അടുപ്പ് പുകയാത്ത അവസ്ഥ ഒഴിവാക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും ഗ്യാസ് സിലിണ്ടറിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ചില പൊടിക്കൈകളെ കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. പാചക രീതിയിൽ മാറ്റം വരുത്തിയാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. എപ്പോഴും കുറഞ്ഞ ഫ്ലെയിമിൽ പാചകം ചെയ്യുക എന്നത് ഇന്ധന നഷ്ടം കുറയ്ക്കും. പാചകം ചെയ്യുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തീ കുറച്ചാൽ 25% വരെ ഇന്ധനം ലാഭിക്കാം. പാചകത്തിന് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത് ഇന്ധനം ലാഭിക്കാനുള്ള മറ്റൊരു വഴിയാണ്. പരമ്പരാഗത പാചക രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രഷർ കുക്കർ സമയവും ഇന്ധനവും ഒക്കെ ലാഭിക്കാൻ നമ്മെ സഹായിക്കും. അരി, പയർ, പരിപ്പ് ഇവയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് നേരത്തെ വെച്ചതിന് ശേഷം പാചകം ചെയ്യുക. എപ്പോഴും വലിയ പാത്രങ്ങളിൽ പാചകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തീ പുറത്തേക്ക് പോകുന്നത് തടയും. പാത്രങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് ആനുപാതികമായി മാത്രം വെള്ളം എടുക്കുക. പാത്രങ്ങളിൽ അധികം വെള്ളം നിറച്ച് പാചകം ചെയ്താൽ ഭക്ഷണം പാകമാകുന്നതിന് കൂടുതൽ ഇന്ധനം ആവശ്യമായി വരും. പാകം ചെയ്യുമ്പോൾ മൂടി വെച്ച് പാകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇന്ധനം ലാഭിക്കാൻ സഹായിക്കും. അത് മാത്രമല്ല, ചൂടുള്ളിൽ തങ്ങി നിന്ന് ഭക്ഷണം വേഗത്തിൽ പാകമാവുകയും ചെയ്യും. അപ്പോൾ ഇന്ധനവും ലാഭിക്കാം, സമയം കുറയ്ക്കുകയും ചെയ്യാം. മൂടി വെച്ച് പാചകം ചെയ്താൽ രണ്ടാണ് ഗുണങ്ങളെന്ന് മറക്കാതിരിക്കുക. പാചകവാതകം ലാഭിക്കാൻ ബർണറുകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ മിക്ക വീടുകളിലും ബർണറുകൾ അഴുക്ക് പിടിച്ചായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് പാചകവാതകം ലാഭിക്കാൻ ബർണറുകൾ പതിവായി വൃത്തിയാക്കുക. അതൊരു ശീലമാക്കുക തന്നെ വേണം. അതിൽ ഒരു മടിയും കാണിക്കാൻ നിൽക്കണ്ട. അല്ലാത്ത പക്ഷം പാത്രങ്ങൾ ചൂടാകാൻ ഒരുപാട് സമയമെടുക്കും. ഇത് ഇന്ധനം പാഴാക്കുന്നതിനൊപ്പം നമ്മുടെ സമയവും നഷ്ടപ്പെടുത്തും. പ്രതിസന്ധികൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. എന്നാൽ കരുതലോടുകൂടിയുള്ള ഉപയോഗം ആശങ്കകളെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമ്മെ സഹായിക്കും. ഗ്യാസ് വിതരണത്തിലെ കാലതാമസം പരിഹരിക്കപ്പെടുന്നത് വരെ ലഭ്യമായ ഇന്ധനം സൂക്ഷിച്ചുപയോഗിക്കുക എന്നത് ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്തമാണ്. നാം നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ചെറിയ പാചകശീലങ്ങൾ മാറ്റുന്നതിലൂടെ സിലിണ്ടറിന്റെ കാലാവധി 10 ദിവസമെങ്കിലും നീട്ടിയെടുക്കാൻ സഹായിക്കും. ഇത് പണം ലാഭിക്കുക മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടുക്കള നിശ്ചലമാകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പരിഹാരങ്ങൾക്കായി കാത്തിരിക്കുമ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ജാഗ്രത വലിയൊരു ആശ്വാസമായി മാറും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പാഴാക്കി കളയുന്ന ഗ്യാസും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. ഇനി ബുക്കിംഗുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് ഗാർഹിക പാചക വാതക സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ലെന്ന് പല ഉപഭോക്താക്കളും പരാതി പറയുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ സ്ഥിതി തുടരുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള നമ്പറിലേക്ക് വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്ത് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അത്രേ. ആശങ്കയോടെയാണ് പലരും പുലർച്ചെ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വിളിച്ചു നോക്കിയെങ്കിലും അവസ്ഥ ഇത് തന്നെയായിരുന്നെന്നാണ് വിവരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലുണ്ടായ അനിശ്ചിതത്വമാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇത് കാരണം പാചകവാതക വിതരണം പ്രതിസന്ധിയിലാകാം എന്ന ആശങ്ക ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള അവസരവും പലർക്കും ലഭിക്കുന്നില്ല എന്ന പരാതി കൂടി പുറത്തു വരുന്നത്. സംഘർഷം പൂർണ്ണമായും ഒഴിവാക്കാത്തൊരു സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടറിന് ക്ഷാമം വരാതിരിക്കാൻ മുൻകൂട്ടി ഗ്യാസ് സിലിണ്ടർ വാങ്ങി വെക്കാമെന്ന് കരുതിയാണ് പലരും ബുക്ക് ചെയ്യുന്നത്. നിലവിൽ പലരും ആവശ്യക്കാരല്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടർ കിട്ടാതായാൽ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് പലരും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നിലവിലെ സാഹചര്യം വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. എന്നാൽ പാചകവാതകത്തിന്റെ കാര്യത്തിൽ പരിഭ്രാന്തി ആവശ്യമില്ലെന്നാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള LPG ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും അനാവശ്യമായി പാനിക് ബുക്കിംഗ് നടത്തരുതെന്നും കേന്ദ്രം പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരുന്നു. വലിയ പ്രതിസന്ധി ഒഴിവാക്കാനാണ് ചെറിയ നിയന്ത്രണങ്ങൾ ബുക്കിംഗിൽ ഏർപ്പെടുത്തിയതെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഗ്രാമീണ മേഖലയിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള 45 ദിവസമായിട്ടുണ്ട്. ദിവസേന 50 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും വിവരമുണ്ട്. എന്തായാലും പലരും ഒരു വല്ലാത്ത ആശങ്കയിലാണ്. ഗ്യാസ് സിലിണ്ടർ കിട്ടാതായാല് വീട്ടിലെ അടുക്കള പുകയില്ല. അതോടുകൂടി നമ്മുടെയൊക്കെ വീടുകളുടെ താളം തെറ്റും. അത് പേടിച്ചാണ് പലരും ഈ പാനിക് ബുക്കിംഗ് ഒക്കെ നടത്തുന്നത്. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്യുക. നമ്മൾ അനാവശ്യമായിട്ട് ബുക്ക് ചെയ്ത് വെച്ചാൽ ആവശ്യക്കാർക്ക് കൂടി കിട്ടാത്ത ഒരു സാഹചര്യം നിലവിൽ വരും.